ഒരു മിനിറ്റ് കൊണ്ട് ഡബിൾ കോളം ക്യാഷ് ബുക്ക് മേടിക്കാൻ പറ്റുമോ? നോക്കാം. അതായത് ക്യാഷ് ബുക്കിൽ റെസീപ്റ്റ് സൈഡും ഉണ്ട്, പേയ്മെന്റ് സൈഡും ഉണ്ട്. നമ്മുടെ ബിസിനസ് സിമ്പിൾ. ബിസിനസ്സിലോട്ട് ക്യാഷോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ടോ എന്തെങ്കിലും റെസീറ്റ് വന്നാൽ റെസീറ്റ് സൈഡിൽ എഴുതണം. ഇനി ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോയാൽ, ക്യാഷിൽ നിന്നോ ബാങ്കിൽ നിന്നോ എന്തെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് സൈഡിൽ എഴുതണം. സർ എങ്ങനെ എഴുതും? ഇപ്പൊ നോക്കൂ, നമുക്ക് ബിസിനസ്സിലോട്ട് ഒരു ഇൻകം വന്നു, കുറച്ച് റെന്റ് വന്നു, അല്ലെ ഇവിടുന്ന് കുറച്ച് റെന്റ് വന്നു. അപ്പൊ റെന്റ് എന്ന് പറഞ്ഞ് എഴുതുക. നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടുവെന്നെങ്കിൽ ബാങ്കിൽ റെസീറ്റ് എഴുതുക. ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടാണെന്നെങ്കിൽ ക്യാഷിൽ റെസീറ്റ് എഴുതുക. അപ്പൊ എങ്ങനെയാണോ വന്നത് നോക്കുക, അതുപോലെ എഴുതുക. ഇനി നിങ്ങൾ പേയ്മെന്റ് ആണെങ്കിലോ, ഇപ്പൊ ഒരാൾക്ക് സാലറി കൊടുത്തത് ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷിൽ എഴുതുക. ഇനി ബാങ്ക് ആയിട്ടാണ് കൊടുത്തത്, ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി കൊടുക്കുകയാണെങ്കിൽ ബാങ്കിൽ കുറഞ്ഞതായിട്ട് കാണിക്കുക. സിമ്പിൾ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാനുള്ള ഏരിയ എന്ന് പറയുന്നത് കോൺട്രാ എൻട്രീസ് ആണ്. എന്താണ് കോൺട്രാ എൻട്രി? ഇനി നിങ്ങൾ നിങ്ങളുടെ ക്യാഷിൽ നിന്ന് ബാങ്കിലോട്ട് പണം ഇട്ടു, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കയ്യിലോട്ട് ക്യാഷ് എടുത്തു. ഈ രണ്ട് സിറ്റുവേഷനിലും സംഭവിക്കുന്നത് എന്താ? ഒന്നെങ്കിൽ നിങ്ങൾ ക്യാഷ് ബാങ്കിലേക്ക് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിലെ ക്യാഷ് കുറയും, അല്ലെ? ക്യാഷ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് സൈഡിൽ അപ്പൊ തന്നെ ക്യാഷ് പുറത്തേക്ക് പോകുന്നു. അതായത് എന്തോ ഒരു പേയ്മെന്റ് നടത്തുന്ന പോലെ എഴുതി വെക്കുക. എങ്ങോട്ടാ പേയ്മെന്റ് നടത്തുന്നത്? ബാങ്കിലോട്ട്. അപ്പൊ പേയ്മെന്റ് ബാങ്കിലോട്ട് എന്തുപയോഗിച്ചാ കൊടുത്തേ? ക്യാഷ് ഉപയോഗിച്ചിട്ട്. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് ആണ് പഠിപ്പിക്കുന്നത്. ശേഷം നിങ്ങൾ ചിന്തിക്കൂ, ഈ ക്യാഷ് ബാങ്കിലോട്ട് വന്നപ്പോൾ ബാങ്കിൽ ഒരു റെസീറ്റ് വന്നില്ലേ? അതായത് ബാങ്കിൽ എന്ത് റെസീവ് വന്നാലും നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതും. അപ്പൊ നമ്മൾ റെസീറ്റ് സൈഡിലോട്ടും പോകണം. ഒരേ സമയം പേയ്മെന്റ് സൈഡ് എഴുതുന്നതോടൊപ്പം തന്നെ റെസീറ്റ് സൈഡിലേക്ക് പോകണം. എങ്ങോട്ടാ റെസീറ്റ് വന്നത്? ബാങ്കിലോട്ടാ റെസീറ്റ് വന്നത്. അപ്പൊ ഇതാ ബാങ്കിൽ റെസീപ്റ്റ് വന്നതായിട്ട് കാണിക്കുക. എവിടുന്നാ വന്നത്? എവിടുന്ന റെന്റ് ആണോ? ഒന്നല്ല, ക്യാഷ് എന്നാ വന്നത്. ക്യാഷ് എന്ന്. ക്ലിയർ ആണോ? അപ്പൊ ഒരേ സമയം ഇവിടെ ബാങ്ക് എന്ന് എഴുതി, അതേ സമയം ഇവിടെ ക്യാഷ് എന്ന് എഴുതി. ഇവിടെ നമ്മൾ സി എന്ന് എഴുതി വെക്കണം, കാരണം ഈ എൻട്രീസ് ആണ് കോൺട്രാ എൻട്രീസ്. ഇനി തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുത്തു എന്ന് വിചാരിക്കുക. ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ ബാങ്കിൽ അത് പോയി, ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ബാങ്കിൽ നിന്ന് ഒരു പേയ്മെന്റ് പോയതായിട്ട് കണക്കാക്കാം. ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ ഇതാ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ബാങ്കിന്റെ എമൗണ്ട് കുളത്തിൽ കുറയ്ക്കണം, അല്ലെ? എങ്ങോട്ടാ പോയത്? ക്യാഷിലോട്ടാ പോയത്. അപ്പൊ ബാങ്കിന്റെ പേയ്മെന്റ് സൈഡിൽ എഴുതുക. അതേസമയം ചിന്തിക്കുക, ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ എടുത്ത് ബിസിനസ് യൂസിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിലെ ക്യാഷ് കൂടും. അതായത് ബിസിനസ്സിൽ ക്യാഷ് റെസീപ്റ്റ് ആകും, അല്ലേ? അപ്പൊ നമുക്ക് റെസീപ്റ്റ് സൈഡിലോട്ട് വരിക, എന്നിട്ട് ക്യാഷ് സൈഡിൽ പോവുക. ക്യാഷ് സൈഡിൽ പോയിട്ട് പൈസ റിസീവ് ആയതായിട്ട് കാണിക്കുക. ക്യാഷ് എമൗണ്ട് കോളത്തില് എവിടുന്നാ പൈസ വന്നത്? റെന്റ് ആണോ? അല്ല, ബാങ്കിൽ നിന്നാണ് പൈസ വന്നത്. അപ്പൊ ബാങ്കിൽ നിന്ന് എഴുതി വെക്കുക. ഇതും കോൺട്രാ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ സി എന്ന് എഴുതി വെക്കണം. ഓക്കെ. അപ്പം ചില ട്രാൻസാക്ഷൻ ഇങ്ങനെയാ, അതായത് കോൺട്രാ എൻട്രീസിന് രണ്ട് സ്ഥലത്ത് എഴുതേണ്ടി വെക്കും. എന്നിട്ട് സി എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.